നമസ്കാരം. കേരളത്തിന്റെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്നും മിമിക്രി വേദികളിലൂടെ മലയാളത്തിലെത്തി, മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൂടെ വളർന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംവിധായകനായി മാറിയ മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാർ. ഓർമ്മയിലെന്നും സിദ്ദിഖ് സാർ തുടരുന്നു. ഗോഡ് ഫാദറിന്റെ റീ റെക്കോർഡിംഗ്, ജോൺ ഹോനായുടെ തീം എന്ന് പറയുന്നത്, അതെല്ലാം അപ്പം ആമുഖത്തിൽ എവിടെ ഞാൻ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഒരു സിനിമ. നമ്മൾ 100 കോടി ക്ലബിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓടിയത് പറഞ്ഞു, തീം പറയുന്നു, ക്യാരക്ടർ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ബോധപൂർവം പലപ്പോഴും സിനിമയുടെ അക്കാഡമിക് ചർച്ചകളിൽ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലേ? അത്രയും പോപ്പുലർ ആയിട്ടുള്ള സിനിമകളാണ് ഈ രണ്ട് കൂട്ടുകെട്ടും കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഇത്തരം ക്യാരക്ടറുകളെ പറഞ്ഞതുകൊണ്ട് മറ്റൊരു നടൻ, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം സിനിമകളിൽ പലതിലും അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് സിദ്ദിഖ് ലാൽ ചിത്രത്തിലാണ്. അപ്പഹാജ ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം. ഡയറക്ടർ സിദ്ദിഖിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത്, പുള്ളി എൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. പിന്നെ റിലേഷൻ ആണെങ്കിലും കൂടുതൽ ഞാൻ അടുക്കുന്നത് എന്നെന്നും കണ്ണേറ്റെന്ന് പറഞ്ഞ ഫാസിൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ഈ ഷൂട്ട് ഫുള്ള്, അപ്പോൾ ഇവർ മിമിക്രിയിൽ നിന്ന് വന്നവരാണല്ലോ, അപ്പോൾ അതാദ്യം പറയണം. ഇവർ പുല്ലേപ്പടിയിലാണ് താമസിച്ചിരുന്നത്, സിദ്ദിഖ് ലാലും ഞാനും പുല്ലേപ്പടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിശ്രീ എന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ്, ഹരിച്ചേട്ടൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ ആ പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ഹരിച്ചേട്ടൻ. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ അവിടെ നിന്നാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവിടെ വന്ന് സൗണ്ട് എടുക്കും. അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ ഈ മിമിക്രി കാണിക്കാൻ, ഈ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലൊക്കെ ഇവർ പോകുമ്പം ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എടുക്കുന്നത് ഈ ഫാസിൽ സാറിൻ്റെ ഫാസിലിക്ക, പുള്ളിയും എൻ്റെ ഒരു റിലേറ്റീവാണ്. എന്നെന്നും കണ്ടിട്ടെന്ന് പറഞ്ഞ പടത്തിൽ നിലമ്പൂരിൽ വെച്ചിട്ട് കൂടുതൽ എടുക്കുന്നത്. ഈ അടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ ടൈം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൂടിയിരുന്ന് തമാശ പറച്ചിലും, അത് കഴിഞ്ഞ് ഡബ്ബിങ് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു റൂമിൽ, തൊട്ടടുത്തടുത്ത റൂമിൽ. എന്നാലും കൂടുതലും അവരുടെ കൂടെ വന്ന് കമ്പൈൻ ചെയ്തിരിക്കും ഈ തമാശകൾ കേൾക്കാനും പിടിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് റാംജി റാവു കഴിഞ്ഞിട്ട് ഹരിഹർ നഗർ ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ സിദ്ദിഖ് അണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. സിദ്ദിഖ് അണ്ണൻ്റെ ബോഡി ഗാർഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിലൂടെ ഒരു പടം ചെയ്തു. ഇത്രയും പടങ്ങളാണ് പുള്ളിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴായാലും ഈ അപ്പഹാജനെ പറയുമ്പോൾ നമ്മൾ ഹരിഹർ നഗറിൽ ഈ വേറെ കാര്യത്തിന് പോകുമ്പോൾ വരുന്ന വേറെ സംഘം എന്ന് പറയുന്നതിനകത്ത് ശരിക്ക് ഹരിഹർ നഗറില് 4 അപ്പഹാജിയായിരുന്നു എന്ന് വെച്ചാൽ ജഗദീഷനായിരുന്നു. പക്ഷെ ജഗദീഷിനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഡേറ്റ് ഇല്ല, അടുത്ത കാലത്തെങ്ങും ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അടിയായി പോയി. കാരണം ജഗദീഷ് കണ്ടു തന്നെ നമ്മൾ മനസ്സിൽ കണ്ടു തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അപ്പാജെ ആ വേഷത്തിലേക്കല്ല, സിദ്ദിഖിന്റെ വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അത് പക്ഷെ അപ്പാജെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ജഗദീഷിനെ എവിടെ വെച്ച് കണ്ടപ്പോൾ വെച്ചു, എന്നാലും നിങ്ങൾ ഭയങ്കര ചതിയായി. ആ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പടത്തിന് ഞങ്ങൾ പിടിച്ച കാര്യമൊന്നും. ഞാൻ ഫ്രീ, നിങ്ങളുടെ പടത്തിന് അഭിനയിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ തിരിച്ചോടന്ന് അങ്ങനെ അപ്പഹാജ മറ്റേ വേഷത്തിലേക്ക് പോയതാണ്, നമ്മുടെ കാറ്റ് കുതിക്കുന്ന വേഷം. പക്ഷെ ഈ അപ്പഹാജ ക്യാരക്ടറുകളില്ലേ, ഈ സിദ്ദിഖ് സാറിന്റെ എഴുത്തിലാണോ നിങ്ങളുടെ എഴുത്തിൽ? കാരണം ഇപ്പം മാന്നാർ മത്തായില് ജനാർദ്ദനൻ ചേട്ടന്റെ സംഘത്തിന്റെ ഒരു സംഘമുണ്ട്. ഇവർക്ക് ഈ കഥയിലൊരു ബന്ധമില്ല, മെയിൻ സ്ഥലങ്ങളിൽ ഉടക്ക് വെക്കാനായിട്ട് ഇവർ കൃത്യമായിട്ട് വരും. ഈ അപ്പഹാജൻ ടീം ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിലെ ഫൈറ്റിൽ ഇവർ ഓടി അവിടെ കയറുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി അടിക്കാൻ പാത്തിന് റെഡിയായിട്ട് ഈ സംഘം ഇരിക്കുന്നുണ്ട്. ഹരിഹർ നഗർ 2 എനിക്കതാണ് പെട്ടെന്ന് ശരി വന്നത്. ഹരിഹർ നഗർ 2 ഒരു പോലീസ് ഓഫീസറായിട്ട് അപ്പാജയുണ്ട്. അപ്പൊ അപ്പാജെ കൊണ്ടുവന്ന ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു, അതായത് കുനിഞ്ഞ താഴെ വീഴും. അതിങ്ങനെ തല വെച്ച് കഴിഞ്ഞിങ്ങനെ ആടും തലാനൊക്കെ. പക്ഷെ ആ സമയം നിവൃത്തിയില്ല, അത് എടുക്കാൻ വേണം. അപ്പൊ അന്ന് സിദ്ദിഖ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീപ്പിൽ ഇറങ്ങി അപ്പാജ നടന്നു വരുമ്പോ സിദ്ദിഖ് ചോദിച്ചു, അപ്പാജ തൊപ്പി വെച്ച് വരികയാണോ തൊപ്പി ചുമന്നുകൊണ്ട് വരികയാണോ? എനിക്കിപ്പോഴും ആ വിഷ്വലുണ്ട്. കാരണം ഇയാൾ നടക്കുമ്പോ തൊപ്പി കുണുങ്ങുന്നുണ്ട്. ഈ നമ്മൾ പാട്ടിനെ പറ്റിയായിരുന്നു നിങ്ങളുടെ വേറൊരു പ്രത്യേകത കൂടെ, ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത
നിങ്ങൾ മിക്ക സിനിമകളിലും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ വാലയിൽ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നു. ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട്, എല്ലാ പടത്തിലും തന്നെ ഉണ്ട്. കണ്ണീർ കായലുണ്ട്, ഫ്രണ്ട്സിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് കഥ പറയുമ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ്. അതിങ്ങനെ കഥ തുടങ്ങി ആളുകൾ അങ്ങനെ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ഉത്തരത്തെ തലയിടിച്ച് ചത്തുപോകും. കാരണം അതിന്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പാരലായിട്ട് പതുക്കൊന്ന് താഴേക്ക് വരും. എന്നാൽ അതൊരു ബോറടിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറ്റാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പാട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, കുട്ടിയായി, അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ 3 മിനിറ്റ് പാട്ടിൽ പറയാം. ആ സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അവസാനിക്ക കടൽ കാറ്റിൻ നെഞ്ചിൽ തന്നെ ആയാലോ? ഫ്രണ്ട്സ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരടിഞ്ഞ രാത്രി തളർന്നു, തിരയിളകുന്നു, നുര ചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ, കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യ മയങ്ങി. ഇനി ഒരാളെ കൂടെ ഞാൻ വിളിക്കുകയാണ്. ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിൽ സിദ്ദിഖ് ലാൽ മാർ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം അവരോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, ഇതിലൂടെ എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അതുല്യനായ ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഏലൂർ ജോർജ്. ജോർജ് ചേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങള് സിദ്ദിഖ് സാർ, അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആരംഭകാലത്തെ നാടകം, മിമിക്രി തൊട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ചേട്ടൻ സിദ്ദിഖ് സാറിന്റെ ഒരു കരിയറിന്റെ, വ്യക്തി ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പോകുന്നതും എല്ലാം? ഞാൻ 87 തുടങ്ങിയുണ്ട് ഹരിശ്രീലുണ്ട്. അപ്പൊ സിദ്ദിഖ് സാർ അതിൽ ആർട്ടിസ്റ്റാണ്? ആർട്ടിസ്റ്റാണ്. NF വർഗീസ്, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ് ലാല്, കോട്ടയം ജോസഫ്, അല്ലേ? ആ ടീം, ഇത്രയും പേരുണ്ട്. ഗോകുൽമാൻ. ഇത്രയും പേരുള്ള സമയത്ത് ട്രൂപ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് സിനിമയിലോട്ട് പോകുന്നതും. അതെ. നിങ്ങളെല്ലാം കൂടെ ആ ട്രൂപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നതും അല്ല? അതെ. അല്ല, ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് ഒരു യാത്രയൊക്കെ ഭയങ്കര ഒരു പിക്നിക്ക്, അല്ലേ? പിക്നിക്കിന്റെ ഒരു സുഖമായിരുന്നു. ഭയങ്കര കൗണ്ടറുകളും, യാത്രയിൽ ഭയങ്കര കൗണ്ടറുകളാണ്. അങ്ങനെ കൗണ്ടറുകൾ എങ്ങനെ ജനിക്കണമെന്നുള്ളത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമെങ്കിലും ഇങ്ങനെ കൗണ്ടറുകൾ എങ്ങനെയാണ് ജന്മം എടുക്കണം എന്നുള്ളത് കണ്ടുപഠിക്കാൻ കൗണ്ടർ ഗുരുക്കന്മാരാണ് സിദ്ദിഖ് ലാലന്റെ. ഞാൻ കുറെ കൗണ്ടറുകൾ ഇങ്ങനെ അടിക്കാറുണ്ട്, അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും. പക്ഷെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകളൊന്നും ഇവർ ഇന്ന് വരെ പറഞ്ഞ എന്നെ അറിവില്ല. അല്ല, ഞാൻ പറയാറുണ്ട്. എനിക്കൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ പറയാതിരിക്കാനോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാനോ പറ്റില്ല. ചിരിക്കാന ഒരുപാട് കാര്യത്തിനെ തന്നെ വഴക്ക് പറയാറുണ്ട്. ഒരിക്കലും ഞങ്ങളൊരു ബാങ്കില് ഒരു ലോൺ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ സിദ്ദിഖും കൂടി ഇരിക്കുകയാണ്, മാനേജറുണ്ട്. അപ്പോൾ എൻ്റെ ചെയർ ഇങ്ങനെ അതിൻ്റെ ഹാൻഡിലുണ്ട്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയറിൻ്റെ സിദ്ദിഖ്, അതിനും 2 കൈയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിരിക്കുമ്പോൾ കുറച്ച് ഞാൻ തമാശ സിനിമയുടെ കാര്യമൊക്കെ അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാൻ, അപ്പോൾ സാറേ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഒരാൾ ഡോർ തുറന്ന് കയറി വന്നു. ഞാൻ പറയാൻ പാടില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാൻ തോന്നില്ല ചില ആളുകളുണ്ട്. ഒറ്റ കാര്യമില്ല, നമുക്ക് അടുത്ത് വൈരാഗ്യമില്ല. അങ്ങനത്തെ ഒരാള് കത്രക്ക് ഇട്ടിട്ട് പേനയൊക്കെ വെച്ച് ഡയറിയൊക്കെ ഇട്ടു.
ഹലോ എന്നും പറഞ്ഞ് മാനേജറെ കൈ കാണിച്ചിട്ട് വന്നു. ഓർമ്മയുണ്ടോ? അയാൾക്കൊരു പിടിയില്ല. ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ക്ലൂ ഇടുമല്ലോ, കുറെ ക്ലൂ ഏലൂര് വെച്ച് രാത്രി 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലൂ ഒക്കെ മാനേജർക്കൊന്നും പിടുത്തങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി പറയാൻ പറ്റാണ്ട്. ഇയാൾ വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാനിരിക്കുന്നതിൻ്റെ ഈ കസേര ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഈ 2 പിടിയിലും പിടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. ഇവിടെ കസേരയില്ല, അങ്ങോട്ട് വീണു. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ശ്രദ്ധിക്കുന്ന 2 കാലിൽ നക്കുന്നു ചവിട്ടുന്നു അങ്ങനെയൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് വൃത്തികേടോടെ ഞാൻ പറഞ്ഞതിന് ചിരിച്ചില്ല. പിന്നെ മരിച്ചു നമ്മള്. ആ ഒരു കുഴപ്പമുണ്ട്. ഒരു കൗണ്ടർ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോകണം, സമയം തെറ്റിയാണ് ഇവിടെ നിന്ന് പോണത്. രാത്രിയാണ് ഒരു 7 മണിക്ക്, 10 മണിക്കാണ് ഷോ. വഴി ചോദിക്കുന്നു പറഞ്ഞുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ ചോദിച്ച്, ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അയാൾ പറഞ്ഞ് എന്തോരമുണ്ട്, എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. വണ്ടി എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ വല്ലതൊന്നും കുറയുമോ എന്ന്. അപ്പൊ സിദ്ദിഖ 2 കിലോമീറ്റർ എന്നിട്ട് ചോദിക്കാം അപ്പൊ എന്തെങ്കിലും കുറയും. അങ്ങനെയാണ് കൗണ്ടറുകൾ ഉണ്ടാകണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓർമ്മയിലെന്നും